ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇന്നൊരു കഥയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു കഥയാണ്. ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു അമ്മക്കിളിയുടെ കഥയാണ്. ഒരിടത്തൊരു അമ്മക്കിളി ഉണ്ടായിരുന്നു. ആ അമ്മക്കിളിക്ക് 2 മക്കളുണ്ടായിരുന്നു. ആ അമ്മക്കിളി ആ 2 മക്കളെയും ചിറകിനുള്ളിൽ വെച്ചാണ് വളർത്തിയത്. കാക്കയും പരന്തും പുള്ളും കൊണ്ടുപോകാതെ ആ അമ്മക്കിളി ആ മക്കളെ മഴയും വെയിലും ഒന്നും കൊള്ളിക്കാതെ ആ അമ്മക്കിളിയുടെ ചിറകിനുള്ളിൽ വെച്ച് ആ അമ്മക്കിളി ആ മക്കളെ വളർത്തി. ആ അമ്മക്കിളിക്ക് എന്ത് കിട്ടിയാലും ആ മക്കൾക്ക് കൊടുക്കും. ആ മക്കൾക്ക് കൊടുക്കാതെ ആ അമ്മക്കിളി കഴിക്കാറേയില്ല. ആ മക്കൾ കഴിക്കുന്ന കാണുമ്പോൾ ആ അമ്മക്കിളിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ആ അമ്മക്കിളി ആ മക്കളെ വളർത്തിയത്. ആ അമ്മയ്ക്ക് ഒരു ആൺകിളിയും പെൺകിളിയായിരുന്നു ആ അമ്മയുടെ മക്കൾ. ആ അമ്മ 2 മക്കളെയും സ്നേഹിച്ചു. പക്ഷേ ആൺകിളിയോട്, മോനോട് അമ്മയ്ക്ക് ഇത്തിരി സ്നേഹം കൂടുതലായിരുന്നു. എന്ത് കിട്ടിയാലും ആ മോനും കൊടുക്കും, ആ മോക്കും കൊടുക്കും. പക്ഷേ ആ അമ്മയ്ക്ക് തിന്നാൻ കിട്ടുന്നതിൽ നിന്ന് ഒളിച്ച് വെച്ചിരുന്ന് മോന് കൂടുതൽ കൊടുക്കും. മോനോട് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയ്ക്ക്. മോൻ വലുതാവുന്നിടം വരെ ആ അമ്മ ആ മകൻ്റെ പിറക്കെ നടന്ന് വാരി കൊടുക്കുമായിരുന്നു. ആ മകൻ എവിടെയെങ്കിലും പോയിട്ട് കണ്ടില്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അമ്മ നോക്കി നിൽക്കും, എൻ്റെ മോനെ കണ്ടില്ലല്ലോ, എൻ്റെ മോൻ എവിടെ പോയി, ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്ക് എപ്പോഴും വേവലാതിയാണ്. ആ മകനെ കണ്ടില്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഉറക്കം വരില്ല. ആ മോനും അമ്മക്കിളിയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അമ്മക്കിളി എന്ത് വേണമെങ്കിലും ആ മോന് മേടിച്ചു കൊടുക്കും. അമ്മക്കിളിയുടെ ഭർത്താവും മോളും പറയും, ഇത്രയും സ്നേഹം കൊടുക്കരുത്, അവസാനം അമ്മയ്ക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ അമ്മ കേൾക്കില്ല. ആ അമ്മയ്ക്ക് ആ മോന് വിശ്വാസമായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആ മോനും അമ്മയോട് അത്രയും സ്നേഹമാണ് കാണിച്ചത്. ആ അമ്മ 2 മക്കളെയും പഠിപ്പിച്ചു. മോന് പഠിപ്പിച്ച് ജോലിയായി. അങ്ങനെ അമ്മ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ മോന് ജോലിയൊക്കെയായി. ഇനി അവനൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്ന് ആ അമ്മ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ അമ്മയും മക്കളും അച്ഛനും ഒക്കെയായിട്ട് ആ കുടുംബം വലിയ സന്തോഷമായിരുന്നു. എന്നും കളിയും ചിരിയും സന്തോഷമായിരുന്നു. അമ്മയെ സ്നേഹിക്കാൻ വേണ്ടി അടിയായിരുന്നു അച്ഛനും മോളും മോനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരിക്കൽ ആ അമ്മയുടെ മോൻ ആ അമ്മയെ ഉപേക്ഷിച്ച് ദൂരെ പോയി. അവനൊരു ഇണക്കിളിയെ കിട്ടി. അപ്പോൾ അവൻ ആ ഇണക്കിളിയുടെ പിറക്കെ പോയി. അവൻ അമ്മ കൊടുത്ത സ്നേഹവും ലാളനയും ഒന്നും അവൻ ഓർത്തില്ല. അവൻ്റെ അച്ഛനെ ഓർത്തില്ല, അവൻ്റെ സഹോദരിയെ ഓർത്തില്ല, അവരെ ആരെയും അവന് വേണ്ട. അവന് ആ കിളിയെ മതി. അങ്ങനെ അവൻ്റെ ഇണക്കിളിയുടെ കൂടെ അവൻ പോയി. അവൻ ആ അമ്മയെ സ്നേഹിച്ചിരുന്നില്ല. അവൻ്റെ കാര്യം കാണാൻ മാത്രം, അവൻ്റെ കാര്യങ്ങൾക്ക്, അവൻ്റെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അവൻ ആ അമ്മയെ സ്നേഹിച്ചു. ആ അമ്മ വിശ്വസിച്ചു ആ മകൻ അമ്മയെ സ്നേഹിക്കുകയാണെന്ന്. അതുകൊണ്ട് അവന് വേണ്ടുന്നതൊക്കെ അമ്മ മേടിച്ചു കൊടുത്തു. പക്ഷേ അവസാന നിമിഷമാണ് ആ അമ്മ അറിയുന്നത് ആ അമ്മയെ ചതിച്ചതാണെന്ന്. ഒരിക്കലും അവൻ ആ അമ്മയെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ആ അമ്മക്കിളി അവനെ ആത്മാർത്ഥമായിട്ടാണ് ആ മകനെ സ്നേഹിച്ചത്. ആ അമ്മയോട് ഹൃദയം ചോദിച്ചിരുന്നെങ്കിലും എടുത്തു കൊടുത്താന് അമ്മ. ആ അമ്മയുടെ കണ്ണുകൾ ചോദിച്ചെങ്കിലും ആ അമ്മ കൊടുത്താന്. പക്ഷേ അവൻ ഒരിക്കലും ആ അമ്മയെ സ്നേഹിച്ചില്ല. വിഡ്ഢിയായ അമ്മ അവനെ സ്നേഹിച്ചു. ആ അമ്മക്കിളിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ലായിരുന്നു, ആ മകൻ അമ്മക്കിളിയെ ഉപേക്ഷിച്ച് പോയത്. അത്രയ്ക്ക് ആ അമ്മക്കിളി ആ മകനെ സ്നേഹിച്ചു. അവസാനം അമ്മക്കിളിക്ക് എന്നും കരച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. അമ്മക്കിളിയുടെ ഭർത്താവും മോളും ഒത്തിരി സ്നേഹിച്ചു, ആ വിഷമങ്ങളൊന്നും അറിയാതിരിക്കുക. എന്നാലും ആ അമ്മക്കിളിക്ക് ഓർക്കുമ്പോൾ കരച്ചിലാണ്, ആ മകൻ്റെ കാര്യം ഓർക്കുമ്പോൾ. പെട്ടെന്നാണ് ദൈവത്തിന് തന്നെ തോന്നി ഈ അമ്മക്കിളിയെ ഇനിയിട്ട് കരയിപ്പിക്കരുതെന്ന്. അതുകൊണ്ട് ദൈവം ആ അമ്മക്കിളിക്ക് കുറേ സുഹൃത്തുക്കളെയും കുറേ മക്കളെയും കൊടുത്തു, ആ അമ്മക്കിളിയുടെ വിഷമം മാറാൻ. ആ മക്കളും ആ സുഹൃത്തുക്കളും കൂടി ആ അമ്മക്കിളിയെ ഒത്തിരി ചിരിപ്പിക്കും, തമാശകളൊക്കെ പറഞ്ഞ്. ആ അമ്മക്കിളി കരയുമ്പോൾ ഓരോന്ന് പറഞ്ഞ് അവരെ ചിരിപ്പിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ള കുറേ സുഹൃത്തുക്കളും കുറേ മക്കളും ദൈവം കൊടുത്തു. എന്നാലും ആ അമ്മക്കിളി പെട്ടെന്ന് സങ്കടം വന്ന് കരയും ആ മകൻ്റെ കാര്യം ഓർക്കുമ്പോൾ. അപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഓരോന്ന് പറഞ്ഞ് അമ്മക്കിളിയെ ചിരിപ്പിക്കും. അമ്മക്കിളിയുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒരു കൊച്ചു തറവാടുണ്ട്. അവിടെ ഒത്തുകൂടി അവരെന്നും സന്തോഷിക്കും. കുറേ കഥകളും കുറേ തമാശകളും പറഞ്ഞ് ഇങ്ങനെ പോകും. അമ്മക്കിളിയും സന്തോഷമായി പോകുന്നു.